പോലത്തെ വണ്ടി ഉണ്ടാവും. ഇതിന് എത്ര രൂപ നമ്മൾ കിട്ടും? ഇങ്ങനത്തെ വണ്ടി ലെയ്ലാൻഡാണോ? ഇതിനും വലിയ വണ്ടി. ഇതിനും വലിയ വണ്ടിയാ ആയിക്കോട്ടെ. അതിന് എത്ര രൂപ ശമ്പളം കിട്ടും? അതാണ് എനിക്കറിയാം. സ്ഥിരം കൂട്ടാണ് അത്. ചിലപ്പോ എല്ലാവർക്കും തന്നോണം ആ വണ്ടി. ആ വെച്ചാല് ചെക്ക് പോസ്റ്റ് നടന്ന് പോകണ വണ്ടിയില്ല. അപ്പം ഞാൻ മറ്റേ കയറിയിട്ട് പിന്നെ അതിക്ക് കയറാലോ. ചോദിക്കില്ല, ബാഡ് എടുക്കില്ല ആദ്യം. എടുക്കാൻ എന്ത് റേറ്റ് ഉണ്ടാവും? ബസ് ഉണ്ടാവും. 1000 ആവില്ല. ഒരു 5000 എന്തായാലും എനിക്കാണെങ്കിൽ ആ സാധനം സൈഡ് വെക്കാൻ അറിയില്ല. സൈഡൊക്കെ എന്താ ഇതേപോലെ തന്നെ നിങ്ങളുണ്ടല്ലോ ഒന്ന് അപ്പുറത്തുണ്ടാവും, ഒരു ഗ്ലാസ് കൂടി ഉണ്ടാവും ആക്സിഡന്റ് ചെയ്തിട്ട്. ഈ കുട്ടി വണ്ടീന് ഇത്ര നമ്മൾ കാർ ഓടിക്കുന്ന പോലെ തന്നെ കൊല്ലാറ് ഓടിക്കണ വിചാരിച്ചു ഓടിച്ചാൽ ഇപ്പതൊക്കെ എല്ലാവർക്കും ഓടിക്കാൻ ചെന്നായിട്ട് ഓടിക്കുന്നത്. ഞാൻ കണ്ടില്ല വണ്ടി ഓടിക്കുന്നത്. സൈഡൊക്കെ നോക്കണ്ടതാ. വൈഡായിട്ട് തിരിച്ചുള്ള സാധനങ്ങളൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പൊ ഓടിച്ചിട്ട് ഇതുവരെ കൊടുക്കുന്നത് ഈ വണ്ടി അല്ലേ പറഞ്ഞേ? ഏത് വണ്ടിയായാലും വണ്ടിയൊക്കെ ഓരോ പോലത്തെ. ആ വണ്ടി കയറിയിരിക്കുമ്പോ നമുക്ക് കറക്റ്റ് നിങ്ങളും വീതിയും കിട്ടും. നമ്മൾ കുറച്ച് ഓടിച്ചാൽ പിന്നെ 2-3 തട്ടൊക്കെ തട്ടും. അത് നമ്മള് ഉണ്ടാവില്ല. വണ്ടിയല്ലേ നമുക്ക്. നമ്മളെ ഏറ്റവും വലിയ കുഴപ്പം നമുക്ക് 2 കാര്യങ്ങൾ ഒപ്പം ചെയ്യാൻ പറ്റില്ല. ഈ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എത്ര കാര്യങ്ങൾ ഒപ്പം ചെയ്യാൻ അറിയോ? മാറ്റുന്ന ആക്സിഡന്റ് ക്ലച്ച് കൂട്ടുന്ന എല്ലാ പണിയും എല്ലാ സാധനവും വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ഇപ്പൊ കണ്ണ് ചെവി ഇപ്പോഴൊക്കെ പോകണ്ട ആക്സിലേറ്റർ എങ്കിൽ ഇടയ്ക്കുണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഇതുവരെ ഓടിച്ചു വരുന്നൊരു ഇതുവരെ പോയിട്ടില്ല. അതാണ് എനിക്കിത് മാറ്റാൻ പേടി. ഇതിപ്പോ എന്താ പറയാ, ഓടാതെ ഇറക്കണമെങ്കിൽ നമ്മൾ വണ്ടി പോയി മാറ്റിയത്.